ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ്. എന്തിനാണെന്നെല്ലാം പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പോകുന്നത് ഇപ്പോൾ ദീദി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഊബർ സിസ്റ്റം, ഈ വണ്ടിയിലാണ് പോകുന്നത്. ചെറിയ പൈസയേ ഉള്ളൂ. ഇവിടുന്ന് ട്രാവൽ കോസ്റ്റെല്ലാം ഭയങ്കര ചീപ്പാണ്. എന്ന് വെച്ചാൽ പെട്രോളിന് വളരെ റേറ്റ് കുറവാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഗൈസ്, ഊബർ വിളിച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ പൈസ എടുക്കാൻ മറന്നുപോയി. ഭാഗ്യം തന്നെ. ജംഷി ദേവദൂതനെ പോലെയാണ് പൈസ കീശയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെന്താ പൈസ അധികമായതിൻ്റെ പ്രശ്നം. പോകുന്ന വഴികളൊക്കെ നോക്കിയിട്ട് നല്ല മനോഹരമായ റോഡുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്ത് നല്ല പള്ളികളിയാണ്. ഇതൊക്കെ ചില സ്ഥലങ്ങൾ മാത്രമാണ്. ഈ സൈഡിൽ കാണുന്ന പള്ളി ഏതാണ്? അതാണ് പള്ളി. ഈ ചെക്ക കുറെ കാര്യം ഒന്നും അറിയില്ല. കാക്കത്തൂറി മുക്കിന് മുന്നിലും പള്ളി. ആ വലിയ മിനാരം കണ്ണ പള്ളി ഏതാ? അതേ പള്ളി. ഈ പറയണ്ട ദീക്കെ പള്ളി. അതായത് പാസ്പോർട്ട് ഓഫീസ് എല്ലാം എന്താ ചെയ്യുക, സീലൊക്കെ 2 സീലുണ്ടാവും. ഒരു ട്രയാങ്കിൾ സീലുണ്ടാവും, ഒരു പെട്ടിക്കോളുണ്ടാവും. 2 വെക്കണം. നാട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഹത്തുമുൽ ഉസൂൽ ഇവിടെ എത്തിയതിൻ്റെ സീല്. അത്രേ ഉള്ളൂ. അവിടെ പൈസ എടുക്കുക, റിട്ടേൺ പോരാ. വിസ ഉള്ള ആൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സീല് വെക്കാൻ പൈസ ഉണ്ട് കേട്ടോ. നോട്ട് ദ പോയിന്റ്. നമുക്ക് വിസ ഉണ്ട്. ഇജൊന്ന് ഫസ്റ്റ് വിസ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് വിസ ഇല്ലേ? ആ വിസ ഉള്ള ഒരു നാട്ടിൽ പോയിട്ട് റിട്ടേൺ വരുമ്പോൾ എന്ത് ചെയ്യണ്ട, പൈസ ഇല്ലാണ്ട് സീല് വെക്കാം. അപ്പോൾ ഒരു സീൽ എയർപോർട്ടിൽ നിന്ന് കിട്ടും. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തണുപ്പായിട്ട് കാലെല്ലാം എവിടെയെങ്കിലും തട്ടിയാണ്ടല്ലോ, ഒടുക്കത്തെ വേദന. ഫൈനലി നമ്മളെ പാസ്പോർട്ടിൽ ആ സീൽ വന്നിരിക്കുകയാണ്. ഇതാണ്, ആ ത്രികോണ സീലാണ് സാധനം. ഇനി നേരെ റൂമിലേക്ക് പോകണം, കുറച്ച് കിടന്നുറങ്ങണം. ഇതാണ് നമ്മളെ ദീദി ഇട്ടിട്ടുണ്ട്. വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റില്ല, നല്ല ബെൻസായിട്ടും സെലക്ട് ചെയ്യും. എല്ലാം കണക്കാണ്, ഇവിടെ വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദീദി എടുത്തിരിക്കുകയാണ്. ഇത് നല്ല വണ്ടിയാണ്, സൂപ്പർ. ഓ സോറി, ഇത് ടാക്സിയാണ് കേട്ടോ. ഊബറിൽ എത്ര പൈസ? ഊബറിൽ 70 സംതിങ് കാണിച്ച്, 80 കാണിച്ച്. ടാക്സി 80 പറഞ്ഞ്, പക്ഷെ നമ്മൾ 60 ബാർഗെയിൻ ചെയ്തെത്തിച്ചു. നമ്മളിവിടെ കളി. ഇതാണ് നമ്മളെ ഡ്രൈവർ കാക്ക. കിടല വണ്ടി കേട്ടാ. ഇവിടെ എല്ലാ വണ്ടിയിലും മുമ്പിൽ ഇങ്ങനെ ഖുർആൻ ഉണ്ടാവും. പിന്നെ വണ്ടിയിൽ പാട്ടൊന്നല്ല വെക്കുക, എല്ലാവരും ഖുർആനൊക്കെയാണ് വെക്കുക. ഇതാണ് വണ്ടി, നൈസ് വണ്ടി. പള്ളീൻ്റെ ഡിസൈൻ നോക്കിയാട്ടെ, മനസ്സിലേ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. എന്നാണ് പേര്? ഉണ്ടായി ലർണയാ ഈ വണ്ടി. നോക്കിയാ നല്ല സുഖല്ലേ. ലാസ്റ്റ് ഉപ്പാപ്പ കാല് മാറി. 80 വേണമെന്നുണ്ട്, അടിയായി, ഫുള്ളടിയായി. അങ്ങനെ നമ്മൾ 75 രൂപ കൊടുത്തു. കുഴപ്പമില്ല. പറഞ്ഞ 79, 4 രൂപ ലാഭം തന്നെ. ആ പറഞ്ഞു കൊടുക്കേ. അതെന്നാ പറഞ്ഞേ? എനിക്കൊന്നും നോമ്പാണ്. അപ്പോൾ ഹറാമാണ്. 70 രൂപ ഹറാമാണ്. അങ്ങനെ 70 രൂപ എന്നാൽ അത് ഹറാമാണെന്ന് പറഞ്ഞു. ഖുറാനിലും തൊട്ടിട്ടാ പറയുന്നത് ഹറാം ഹറാം. ആ വണ്ടിയിലുണ്ടായി, ഞാൻ കാണിച്ചു കൊടുത്തിന്. അങ്ങനെ വീണ്ടും നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി. അതിന് ഒരുറക്ക് പാസ്സാക്കണം, എന്നിട്ട് ലോഹറിന് എണീച്ചിട്ട് പോകണം. 100 സമയമാ? എവിടെ? 10 കാലായിട്ടുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ ഉറങ്ങിയണീച്ച് നമ്മൾ നേരെ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഇന്നും മസ്ഹർ പള്ളി തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ലെവല് എന്ന് പറയുന്ന ഇതില്ല ആൾക്കാർക്ക്. എന്തോടിക്കലാന്നാ വണ്ടി നേരെ മേത്തേക്ക് വരിക. നമ്മൾ ജീവമാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുക. അവർ മാറിയിട്ട് പോകുന്ന പരിപാടി ഒന്നും ഇല്ല. ഇന്ന് അസറിൽ എന്താ സെയിം സാധനം തന്നെ ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല, സെയിം തന്നെ ആയിരിക്കും. മാറണേ പള്ളി മാറണം. പള്ളി മാറ്റല്ലേ രക്ഷയുള്ളൂ. അല്ലത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ വന്ന് ഒരു തിരക്കും ഇല്ല, നേരെ വന്ന് നേരെ കയറി. ഇനി ലേറ്റ് ആയിട്ട് വരാം, അതല്ലേ. ഇന്നൊന്നുമില്ല, അതിനൊന്നുമില്ല, നേരെ വന്ന് നേരെ കയറി. അപ്പോൾ ഇന്ന് അസർ പള്ളിയിൽ നിന്ന് കിട്ടിയതും എസ്പെഷ്യൽ സെയിം സാധനം. പക്ഷേ നമുക്ക് ആപ്പിൾ വെള്ളം കിട്ടിയിട്ടില്ല, പകരം ഇത് കിട്ടി, തൈര്. മറ്റുള്ളവർക്ക് ആപ്പിൾ വെള്ളം കൂടി കിട്ടി, അപ്പോൾ അവർക്ക് തൈര് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ജിമ്മിന് ചേരാൻ പോവുകയാണ്. മഗ്‌രിബിന് നമുക്ക് നല്ല ചിക്കൻ കിട്ടും, നല്ല ചിക്കന് ബീഫ് കബാബിലും കിട്ടും. പ്രോട്ടീന് പിന്നെ ഒരു കുറവില്ല ഇവിടെ. അതുകൊണ്ട് ഇനി ഏതായാലും ജിമ്മും കൂടി ചേർന്നാൽ ഫുൾ പ്രോട്ടീൻ, നല്ല ഹെൽത്തി ഫുഡ് ഓൺലി ഇവിടെ. ഹെൽത്തി ഫുഡിൻ്റെ കളിയാണ്. എണ്ണയില്ല, ഒന്നുമില്ല, മധുരമില്ല,
മധുരമൊന്നും കിട്ടില്ലല്ലേ? ഉപ്പ് വാരി ഇടുന്നുണ്ട് പക്ഷേ ശരി നമുക്ക് മധുരമുള്ളൊന്നും കിട്ടലില്ലല്ലോ. ഇങ്ങോട്ടാ ജിമ്മ്? ജിമ്മുള്ള റൂമിൻ്റെ തൊട്ടപ്പുറത്ത്, അതുകൊണ്ട് ഒരു സീനേ ഇല്ല. വേഗം പോവാ, വേഗം കളിക്കുക, വേഗം വരാം. രാത്രി 1 മണി വരെ ജിമ്മുണ്ട്. തറാവി നിസ്കാരം കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക്. ഇതാണ് നമ്മുടെ പുതിയ ജിമ്മ്. നമ്മുടെ നാട്ടിലെ ജിമ്മ് കൂട്ടി നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇടുന്ന ചെരുപ്പിട്ടിട്ട് തന്നെ അതിനുള്ളിൽ കയറില്ല. അതുകൊണ്ട് തന്നെ ജിമ്മിന് ഒരു വൃത്തിയുമില്ല. എനിക്ക് ഫുള്ള് മണ്ണാണ്. നാട്ടിലെ ജിമ്മിലാണെങ്കിലോ എക്സ്ട്രാ ഷൂ കൊണ്ടുവരണ്ടേ, സീനാണ് ഇടാം. നാട്ടിലാകുമ്പോൾ അതുകൊണ്ടാണ് നല്ല വൃത്തി. അങ്ങനെ സമയം 1:27. നമ്മൾ പാതിരാവിൻ്റെ പാതിവേളയിൽ പിന്നെ അത്തായം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സ്വാഹയിലേക്ക് പോവുകയാണ്. സ്വാഹയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇവിടെ ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. കുറച്ച് നടക്കാമല്ലോ അല്ലേ? കുറച്ച് നടക്കാമല്ലോ. നേരെ പോകണം, ഫുഡ് അടിക്കണം, വരണം, കിടന്നുറങ്ങണം, എന്നിട്ട് സുബൈക്ക് എണീക്കണം, പള്ളിയിൽ പോകണം. ഉറങ്ങുന്നാ പിന്നെ തൊപ്പി കണ്ടില്ലേ എൻ്റെ മോനെ കഴിച്ചില്ല 1 മണി. നമ്മളെ മറ്റേ എന്താ ഇതിൻ്റെ വരുന്ന ഐഷിൻ്റെ കട. നമ്മുടെ നാട്ടിൽ തട്ടാട. ഐഷിന് എത്ര പൈസ പറഞ്ഞു കൊടുത്തേ? 1 റുപ്യ. 1 റുപ്യ. മിസ്ത്രികളുടെ ജീവനാണ് ഐഷ്. ഐഷ് എന്ന് വെച്ചാൽ എന്തെന്നറിയോ അർത്ഥം? പറ. അയ്യോ ലൈറ്റ് കുറവാണ്, അത് വിഷയമാക്കരുത്. അങ്ങനെ വണ്ടി വരുമ്പോൾ എല്ലാം ലൈറ്റ് ഉണ്ടാവും. ശരി, ഇങ്ങോട്ടല്ലേ? മിസ്ത്രികളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഐഷ്. ഇങ്ങോട്ട് വേണം പറയാം. സൗന്ദര്യത്തിനായിരുന്നു ചേർക്കുന്നത്. അതാണ് ഐഷ്. നമുക്ക് കുറച്ചൊരു വെളിച്ചുള്ള സ്ഥലത്തെത്തിയിട്ട് വീഡിയോ എടുക്കാം. ഒരു പറച്ചിലുണ്ട്, മിസ്റിൽ വന്നാൽ പട്ടിണിയാവില്ല എന്നുള്ളത്. സമയം 1:30 നമ്മൾ അപ്പോൾ ഒരു പറച്ചിലുണ്ട്, മിസ്റിൽ വന്നാൽ പട്ടിണിയാവില്ല എന്നുള്ളൊരു പറച്ചിലുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഫുഡിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ റമദാനിന് ഇപ്പോൾ നമ്മൾ 1:30 പാതിരാക്ക് 1:30 നമ്മൾ സാഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്, അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ്. ആൾക്കാരൊക്കെ പാതിരാക്ക് വരെ കളി. നമ്മൾ വരുന്നതായിക്ക് ഒരു കഫേ ഉണ്ട്. ആ കഫേ ഇപ്പോൾ 1:30 വരുമ്പോൾ ഫുള്ള് DJ-ലുള്ളത്. രാവിലെ രാത്രി DJ. അതാണ് ഇവിടുത്തെ വൈബ്. അങ്ങനെ നമ്മൾ സായിലെത്തിയിരിക്കുകയാണ്. തുറന്നിട്ടില്ല. തുറന്ന് 1 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ സംഭവം ഉള്ളത്. നോക്കാം ഇന്നത്തെ മെനു എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മളെ സാഹയിൽ കിട്ടിയ ഐറ്റംസ് എന്ന് പറയുന്നത് ഐസ് ഉണ്ട്, 2 ഐസ്, ഫൂല്, ഒരു ഓറഞ്ച് ഉണ്ട്, തൈരുണ്ട്, സാലഡ് ഉണ്ട്. ഇതെന്നാ കിഴങ്ങാണെന്നാണ് തോന്നുന്നത്. പൊന്നടിയാണ്. ആടുന്ന ഒരാൾ ഹൊല്ലുത്തൊരുക്ക് എന്ന് പറഞ്ഞ ശേഷം ജംഷിന്റെ ഭർത്താൻ അങ്ങനെയായി. പിന്നെ അങ്ങനെ നമ്മൾ വിഭവസമൃദ്ധമായ അത്തായത്തിന് ശേഷം റൂമിലേക്ക് നടക്കുകയാണ്. ഇതാണ് നമ്മളെ റൂമിന്റെ മുമ്പിലുള്ള പബ്ബ്. രാവിലെ അയിനിമാമിന്റെ മക്കാമിന്റെ ഇപ്പുറത്താണ് ഈ കൂത്താട്ട്. രാവിലെ മൊത്തം കയറാകത്ത്, രാത്രി ഫുള്ള് കൂത്ത്. ഇതാ ഫുള്ള് ശീശയെല്ലാം അടിച്ച് ഡാൻസ് എല്ലാം കളിച്ചിട്ട് മൂടാക്കിയിട്ടിരിക്കും. ഏറ്റവും വലിയ വിഷമം ഇപ്പോഴത്തെ റമദാനായിട്ട് ഇതുവരെ വത്തക്ക കിട്ടിയിട്ടില്ല. ഒരു സ്ഥലത്ത് വത്തക്ക കാണുന്നില്ല. നാളെ നോക്കാം. നീ എല്ലാം നാളെ നോക്കാന്നാ പറയുന്നത്. ഒന്നും നടക്കുന്നില്ല. വാങ്ങിയിരിക്കും. ഈജിപ്തിലെ വത്തക്ക ഇങ്ങനെയാ അത്തബേല് നാളെ പോവാ. അതിന് പോയി വന്നിട്ട് എന്താ പറഞ്ഞറിയോ? പോണ്ടേ ലാസ്റ്റ് 2 കാണണ്ടേ? കൊറേ എണ്ണുണ്ട് ഇതേപോലത്തെ. ഒരു സ്ഥലത്ത് പോയാൽ നിൽക്കാൻ അറിയില്ല, വിളിക്കാൻ അറിയില്ല, വഴി അറിയൂല. ചോദിച്ചു മനസ്സിലാക്കൂ. എന്താ ചോദിച്ചു? മസ്ജിദ് അൽ അസ്ഹർ. അപ്പൊ എന്താക്കിയറിയോ? ഫുള്ള് വയല് പറയല്, ഫുള്ള് വയല് നമുക്ക് ആകായിരുന്നു എടുത്തോട്ട് അതേ കുറിച്ച് കാണുന്നു. മിസ്സിരികളെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിച്ചിരിക്കുന്ന ആൾക്കാർ വരെ അമ്മാതിരി ലുക്കാണ്.
ഒടുക്കത്തെ ലുക്ക്. അപ്പം പിന്നെ നമ്മൾ നാളെ മുതൽ ഫുൾ എന്താണ് കഴിക്കുന്നത്? ഐസ്. നാളെ മുതൽ ഐസ് ഓൺലി. പക്ഷെ എല്ലാ നേരം ഏത് സ്ഥലത്ത് പോയാലും ഐസ് ഇല്ലാത്ത പരിപാടിയില്ല. കാരണം അതിന് ₹1 ഉള്ളൂ. ഒന്നിനെത്ര ഉറുപ്പ്യ? ₹1. വെരി ചീപ്പ്. അങ്ങനെ അപ്പോൾ ചിത്രവട്ടം അറിയില്ലടാ, ഡയലോഗ് പറ്റില്ല. ലാസ്റ്റ് അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് റൂമിൽ വന്നിരുന്നു. അടുത്ത വ്ളോഗുമായിട്ട് വേറൊരു ദിവസം കാണാം. ബുക്കറൻ ഇൻഷാ അല്ലാ.